ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് റോമിലെ കൊലോസ്യത്തിൽ നിന്നാണ്. ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. 10,000-കണക്കിന് ആൾക്കാരാണ് ഈ കൊലോസ്യം കാണുവാനായിട്ട് ഇവിടെ വരുന്നത്. 3 റോമൻ സാമ്രാജ്യാധിപന്മാരാണ് ഈ കൊലോസ്യം പണിതത്. വെസ്പേഷ്യൻ, ടൈറ്റസ്, ഡൊമേഷ്യൻ. ഏകദേശം AD 70 മുതൽ AD 80 വരെയുള്ള 10ഓളം വർഷങ്ങളെടുത്താണ് ഈ കൊലോസ്യം പണിതത്. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്ന്. വെസ്പേഷ്യൻ്റെ കാലത്ത്, അദ്ദേഹം സൈന്യാധിപനായിരുന്ന കാലത്ത്, നീറോ റോമിൻ്റെ ചക്രവർത്തിയായിരുന്ന കാലത്ത് കൈസരിയിലുണ്ടായ ഒരു വഴി പ്രശ്നം മുഖാന്തരം ഒരു വലിയ ആഭ്യന്തര കലഹമുണ്ടാകുകയും റോമാക്കാരും ജൂതന്മാരും ഏറ്റുമുട്ടുകയുണ്ടായി. നീറോ മരിച്ചതോടുകൂടി വെസ്പേഷ്യൻ റോമിൻ്റെ ചക്രവർത്തിയാകുകയും അദ്ദേഹത്തിൻ്റെ മകനായ ടൈറ്റസിനെ, തീത്തോസിനെ യുദ്ധം തുടരുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു. ടൈറ്റസിൻ്റെ സൈന്യം AD 70 ആയപ്പോൾ യെരുശലേം വളഞ്ഞു. യെരുശലേം ദേവാലയം കത്തിച്ചു. അത് ഇളകി മറിച്ചു. 1000-കണക്കിന് ആൾക്കാരെ കൊന്നു. വലിയ കൊള്ള പങ്കിട്ടു. വളരെയധികം ജൂതന്മാരെ അടിമകളായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. ആ പണമാണ് ഈ കൊലോസ്യം പണിയുവാനായിട്ട് ഉപയോഗിച്ചത്. ആ ജൂതന്മാർ ഈ കൊലോസ്യം പണിയാനായിട്ട് അടിമകളായി പണിയേണ്ടി വന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനും 40 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ജെറുസലേമിനെ നോക്കി പ്രവചിച്ചതും കരഞ്ഞതുമായ ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വചനങ്ങൾ. യേശു നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞ് എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിൻ്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിൻ്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം വരും എന്ന് പറഞ്ഞു. യേശു കർത്താവ് പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തി എന്ന വണ്ണം ബേത്ലഹേമിൽ ജനിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായി. അവർക്കന്ന് മനോഹരമായ ദേവാലയമുണ്ട്. റോമൻ ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട്. അവർക്ക് ഹെരോദാവും പീലാത്തോസുമൊക്കെ രാജാക്കന്മാരായും ഗവർണർമാരായിട്ടുമുണ്ട്. പക്ഷേ അവർ മശികയെ സ്വീകരിച്ചില്ല. മശികയുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞു, നിന്നെ രാജാവായിട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് റോമൻ ചക്രവർത്തിമാരുണ്ട്. യേശുവിനെ അവർ ക്രൂശിച്ചു. അതിനു മുൻപ് യേശു കരഞ്ഞു, ഈ നഗരം ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഈ ആലയം തകർന്നു പോകും. മത്തായി 24-1 മുതലുള്ള വചനങ്ങൾ. ജൂതന്മാർ കേട്ടില്ല. പണം കൊണ്ടും അധികാരം കൊണ്ടും മതാന്ധത കൊണ്ടും യേശുവിൻ്റെ വചനം അവർ വിശ്വസിച്ചില്ല. കേവലം 40 വർഷം കഴിഞ്ഞപ്പോൾ തീത്തോസ് എന്ന സൈന്യാധിപൻ മുഖാന്തരം ആ പ്രവചനം നിറവേറുകയാണ്. AD 70. അദ്ദേഹം പിന്നെ റോമൻ ചക്രവർത്തി ആയപ്പോൾ ആ പണം കൊണ്ട് പണിത കൊലോസ്യമാണിത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന യൗവനക്കാരായിട്ടുള്ള കുറേ ചെറുപ്പക്കാരെ ഈജിപ്തുകാർക്ക് വിറ്റു. ബാക്കിയുള്ളവരെ ഇവിടെ കൊണ്ടുവന്നു. അവരുടെ വേർപ്പാണ് ഈ കൊലോസ്യം. ഇതൊരു പ്രവചന നിവൃത്തി കൂടിയാണ്. ഇതിൽ നിന്നും ഒരു സത്യം ഞാൻ പറയട്ടെ. പണമുണ്ടെങ്കിൽ നല്ലത്, അധികാരമുണ്ടെങ്കിൽ നല്ലത്, കഴിവുണ്ടെങ്കിൽ നല്ലത്, അതെല്ലാം കയ്യിലിരിക്കട്ടെ. എന്നാൽ അതൊന്നും യേശുവിനെ തള്ളുവാനും യേശുവിനെ ഉപേക്ഷിക്കുവാനും പ്രേരകമാകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുക. കർത്താവ് പറയുന്ന ആലോചനയുടെ മുൻപിൽ തലകുനിക്കുക. ഈ നല്ല കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. ഈ കൊലോസ്യം നൽകുന്ന പാഠം, യേശുവിൻ്റെ പ്രവചനം, ഈ ചരിത്രം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.